ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയപൂർവം അനുസരിച്ചു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ സ്തുതിക്കാൻ ഈ വചനത്തിൽ അനേക കാരണങ്ങളുണ്ട്. ഇവിടെ ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നാൽ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നുവെങ്കിലും, അതിന്റെ അർത്ഥം നിങ്ങൾ മുമ്പ് പാപത്തിന് ദാസന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. വൺസ് യു വർ സ്ലേവ്സ് ഓഫ് സിൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ പണ്ട് നിങ്ങൾ ഇതിനു മുൻപ് ജീവിച്ച ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ എല്ലാവരും പണ്ട് യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ്, സുവിശേഷം എന്താണെന്ന് അറിയുന്നതിന് മുൻപ്, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപ് പാപത്തിന് ദാസന്മാരായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ ആകുന്നു എന്നാണ്. യേശു ക്രിസ്തു വളരെ അവരെല്ലാം അപ്പൊ പാപത്തിന് ദാസന്മാരാകാൻ എത്ര പാപങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല. നമ്മള് ഒരു പാപം ചെയ്താലും 2 പാപം ചെയ്താലും നമ്മൾ എല്ലാവരും പാപത്തിന് ദാസന്മാരാണ്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ആരെല്ലാം പാപം ചെയ്യുന്നുണ്ടോ അവരെല്ലാം പാപത്തിന് ദാസന്മാർ എന്നാണ്. സോറി, ഒരു മിനിറ്റ്. one minute please. സ്ക്രീൻ ഷെയർ ചെയ്തില്ലായിരുന്നു. സോറി. യെസ്. അപ്പോൾ ആരെല്ലാം പാപം ചെയ്യുന്നുണ്ടോ അവരെല്ലാരും പാപത്തിന് ദാസന്മാർ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. You may call yourself a child of God or a servant of God, Achan or bishop, whatever it may be. Now the Bible calls everyone who sins is a slave to sin. നമ്മള് ലോകത്തിന്റെ മുൻപിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, കുഞ്ഞുങ്ങളാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ്, തിരുമേനിമാരാണ് എന്ന് നമുക്ക് വിളിച്ച് പറയാൻ പറ്റും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ബൈബിൾ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അച്ഛനായാലും ശുശ്രൂഷകന്മാരായാലും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായാലും ദേ ആർ സ്ലേവ് ടു സിൻ, പാപത്തിന്റെ ദാസന്മാർ എന്നാണ്. ലോകം എന്താണ് പറയുന്നത് അതല്ല സത്യം. എന്നാൽ ബൈബിൾ, യേശു ക്രിസ്തുവിന്റെ വചനം എന്താണ് പറയുന്നത് അതാണ് അൾട്ടിമേറ്റ്, അതാണ് സത്യം. ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, വൺസ് യു വർ സ്ലേവ്സ് ടു സിൻ, നിങ്ങൾ മുമ്പ് പാപത്തിന് ദാസന്മാരായിരുന്നു. എന്നാൽ ഇപ്പോഴോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഉപദേശത്തെ ഹൃദയപൂർവം അനുസരിച്ചു എന്നാണ് വചനം പറയുന്നത്. നമ്മൾ 17-18 വചനം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്നത്, ഇപ്പോഴോ നിങ്ങൾ ഉപദേശത്തെ ഹൃദയപൂർവം അനുസരിച്ചു, ഉപദേശത്തോട് ഹൃദയപൂർവം അനുസരണം കാണിച്ചു എന്നാണ് പറയുന്നത്. You became obedient with all your heart to the standard of teaching എന്നാണ് പറയുന്നത്.
ഇല്ലെങ്കിൽ ഹോൾ ഹാർട്ടഡ്ലി യു ഒബെയ്ഡ് ദ ഗോസ്പൽ മെസ്സേജസ് എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ മുമ്പ് പാപത്തിന് അടിമകളായിരുന്ന ദാസന്മാരായിരുന്നു. ദാസന്മാരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപയാൽ സുവിശേഷം എന്താണെന്ന് അറിയുവാനും ആ സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും ആ സുവിശേഷത്തോ അനുസരിക്കുവാനും സാധിച്ചു. സോ ഇവിടെ അനുസരണം, സുവിശേഷത്തിന്റെ ദൂതിന് ഇല്ലെങ്കിൽ ഗോസ്പൽ മെസ്സേജസിന് അനുസരണം കാണിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ ഒബീഡിയൻസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ക്രിസ്ത്യൻ ലൈഫ് ആണ്. സോ ക്രിസ്തീയ ജീവിതത്തിൽ അനുസരണം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ രണ്ട് രീതിയിലുള്ള അനുസരണമുണ്ട്. ഒന്നാമതായിട്ട് ഒബീഡിയൻസ് ടു സിൻ. സോ ഒബീഡിയൻസ് ടു സിൻ ഈസ് ഡിഫറെന്റ് ഫ്രം ഒബീഡിയൻസ് ടു ഗാഡ്. അപ്പൊ നമ്മള് പാപത്തെ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നു. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് ഒബീഡിയൻസ് ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് കമാൻഡ്മെന്റ്സ് ആണ്. സോ ആക്ച്വലി നമുക്കൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ വരണം. എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചാൽ, സോ ആരാണ് യേശു ക്രിസ്തുവിനെ ഇല്ലെങ്കിൽ പിതാവായ ദൈവത്തെ അനുസരിക്കുന്നത്, ഇല്ലെങ്കിൽ ആരാണ് ആ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്, അനുസരിക്കാൻ പോകുന്നത്? സോ ഹൂ വിൽ ഒബേ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് കമാൻഡ്മെന്റ്സ്? എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വചനത്തിൽ വളരെ ക്ലിയർ ആയിട്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാണ് പറയുന്നത്. ഇഫ് യു റിയലി ലവ് മീ യു വിൽ കീപ് ആൻഡ് ഒബേ മൈ കമാൻഡ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ആരാണ് യേശു ക്രിസ്തുവിന്റെ വചനത്തെ ഇല്ലെങ്കിൽ ഈ സുവിശേഷത്തെ അനുസരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്. ഇപ്പൊ ക്രിസ്തുവിനെ സ്നേഹിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാൻ കാത്തുകൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് 1 യോഹന്നാൻ 5:3 പറയുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം എന്താണ്? വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം എന്ന്. സോ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ, ഫോർ ദ ട്രൂ ലവ് ഓഫ് ഗാഡ് ഇസ് ദിസ്, that we habitually keep his commandments and remain focused on his precepts എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രൂലി ഇല്ലെങ്കിൽ സത്യമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനാണ് യഥാർത്ഥമായിട്ട് ദൈവത്തെ അനുസരിക്കുന്നവൻ. അപ്പോൾ അനുസരണം സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് അനേകർ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അനുസരണമുണ്ടോ എന്ന് നോക്കിയാൽ അനുസരണം ഇല്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് സത്യമായിട്ടുള്ള സ്നേഹമാണോ വ്യാജ്യമായിട്ടുള്ള സ്നേഹമാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യേശു ക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 37-38 വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും
പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന എന്നാണ് പറയുന്നത്. അപ്പൊ ബൈബിളിൽ വലിയ കൽപ്പനയും ഒന്നാമത്തെ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതാണ്. So you shall love the Lord your God with all your heart and with all your soul and with all your mind. This is the first and greatest commandment എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൽപ്പനയും വലിയ കൽപ്പനയും എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം. ഏത് രീതിയിൽ സ്നേഹിക്കണം എന്ന് വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ യേശു ക്രിസ്തു നമ്മളെ അറിയിച്ചിരിക്കുന്നത്. സോ എന്നാൽ ഡു യു ലവ് ജീസസ്? അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പ്രൂഫ്? സോ അതിനെ ദൃഢീകരിക്കാൻ, നിരൂപിക്കാൻ എന്താണ് പ്രൂഫ്? പ്രൂഫ് ഒന്നുമില്ല. ജസ്റ്റ് ഒബീഡിയൻസ് ആണ്. ഒബീഡിയൻസ് ഇസ് ദ ഓൺലി പ്രൂഫ് ദാറ്റ് യു ഹാവ്. അപ്പൊ ഈ പ്രൂഫിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. വേറെ ആരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. എന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ മതി. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ അനുസരിക്കുന്നുണ്ടോ, ക്രിസ്തു പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ഒന്ന് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. ആൻസർ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. So if there is no obedience in your life, then your love is fake love. Your faith is fake faith. Your spirituality is counterfeit spirituality. Your worship is an abomination to God. സ്നേഹം ഉണ്ടെന്ന് പറയുന്നു, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുസരണമില്ലെങ്കിൽ നമ്മുടെ സ്നേഹം തന്നെ ഒരു വ്യാജ്യ സ്നേഹമാണ്. നമ്മുടെ വിശ്വാസം വ്യാജ്യ വിശ്വാസമാണ്. നമ്മുടെ സ്പിരിച്വാലിറ്റി തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്പിരിച്വാലിറ്റിയാണ്. ഒറിജിനാലിറ്റി, ജെന്യൂനിറ്റി അതിനകത്തില്ല. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് അശുദ്ധമായിട്ടുള്ളതാണ്, അബോമിനേഷനാണ്. കാരണം അതിലെ സത്യമില്ല, യാഥാർത്ഥ്യമില്ല, ആത്മാർത്ഥതയില്ല. സോ അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ രക്ഷ അനുഭവിക്കാൻ പറ്റുന്നത്? സോ എന്റെ ആരാധനയും നിങ്ങളുടെ ആരാധനയും ഈ കായിന്റെ ആരാധനയായിട്ട് മാറും. കായിൻ എന്തോ ചെയ്തു? കായിൻ ദൈവത്തെ ആരാധിച്ചല്ലോ, കായിൻ ദൈവത്തിന് വഴിപാടുകൾ അർപ്പിച്ചല്ലോ. എന്നാൽ അവൻ ദൈവത്തെ അനുസരിച്ചില്ല. ഉള്ളിന്റെ ഉള്ളിൽ അവൻ ദൈവത്തെ അനുസരിച്ചില്ല. ദൈവത്തിന്റെ കൽപ്പനകളെ അവന് കാത്തു സൂക്ഷിച്ചില്ല. സോ അതുകൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് കായിനും അവന്റെ സന്തതിയും അകന്നു പോയത്. എന്നാൽ അനുസരണത്തെ പറ്റി 1 ശമൂവേൽ നമ്മൾ 15-ാം അധ്യായം 22-ാം വചനം വായിച്ചാൽ അവിടെ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. എന്താണ്? ശമൂവേൽ ഇസ്രായേൽ മക്കളുടെ 1-ാമത്തെ രാജാവായ ശൗലിനോട് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ശമൂവേൽ പറയുന്നു, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും അനന്ന യാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുറ്റാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് എന്നാണ് ശമൂവേൽ ശൗലിനോട് പറയുന്നത്. He said, as the Lord has great a delight in burnt offerings and sacrifices, as in obedience to the voice of the Lord, behold, to obey is better than sacrifice, and to heed is better than the fat of rams എന്നാണ് പറയുന്നത്.
അപ്പൊ ഒബേ ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആരാധനയെ കാറ്റിലും വഴിപാടുകളെ കാറ്റിലും സാക്രിഫൈസസിനെ കാറ്റിലും ഓഫറിങ്സിനെ കാറ്റിലും ഏറ്റവും വലിയത്, ബെറ്റർ ആയിട്ടുള്ളത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഒബീഡിയൻസ് എന്നാണ്, അനുസരണം എന്നാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഒരു കാലത്ത് മുമ്പ് പാപികളായിരുന്ന നിങ്ങൾ സുവിശേഷം കേട്ട് ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ സുവിശേഷത്തെ അനുസരിച്ചു എന്നാണ് പറയുന്നത്. അവിടെയാണ് വ്യത്യാസം. ഇപ്പൊ കേൾക്കുന്നത് സംവാട്ട് ഓക്കെ, എന്നാൽ അനുസരിച്ചില്ലെങ്കിൽ അപ്പൊ ആ സുവിശേഷത്തിന്റെ പ്രയോജനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് റിലിജിയൻ ആണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇല്ലെങ്കിൽ ഒബീഡിയൻസ് ആണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? So there are religious people, but they are rebellious people. ഇത് ധാരാളമായിട്ട് റിലീജിയസ് പീപ്പിൾ നമ്മുടെ പള്ളികളിൽ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അവരെല്ലാം റെബല്യസ് പീപ്പിൾ ആണ്, കൂടുതൽ അനുസരണക്കേട് കാണിക്കുന്നവർ. സോ കിങ് സോൾ വാസ് എ റിലീജിയസ് പേഴ്സൺ, ബട്ട് എ റെബല്യസ് പേഴ്സൺ. രാജാവായ ശൗലിനെ നമ്മൾ നോക്കിയാലും അവന് ഒരു മതപരമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സോ ദൈവത്തിന് നല്ല നല്ല ആടുകളെ കൊണ്ടുവന്നിട്ട് യാഗം കഴിപ്പിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു റിലീജിയസ് പേഴ്സൺ. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു റിയൽ ഹിപ്പോക്രസിയെ ശമൂവേൽ പുറത്ത് കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതെന്താണ്? നീ വലിയ ആടുകളെ, പശുക്കളെ, കാളകളെ ദൈവത്തിന് യാഗമായിട്ട് സമർപ്പിച്ചാലും നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് യാതൊരു വിലയുമില്ല, അനുസരണം ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം വ്യർത്ഥം എന്നാണ് ശമൂവേൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഈ 6-ാം അധ്യായത്തിൽ പറയുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഈ ഒരു കാര്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അനുസരണം. ആരെയാണ് അനുസരിക്കേണ്ടത്? ദൈവത്തെ, ദൈവത്തിന്റെ വചനങ്ങളെ, ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ വാക്കുകളെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം അധ്യായം വായിച്ചാൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു ഫ്രേസ് ഈ 2 അധ്യായങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ആൾറെഡി 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ അത് പഠിച്ചതാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായം 5-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇതാണ്: അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ, അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും അന്യജാതികളുടെയും മധ്യത്തിൽ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു എന്നാണ് പറയുന്നത്. So it is through him that we have received grace and apostleship to promote obedience to the faith and make disciples for his name's sake among all the Gentiles എന്നാണ് പറയുന്നത്. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, വിശ്വാസത്തിന് അനുസരണം. അപ്പോൾ ഇതിന്റെ ബിഗിനിങ് ചാപ്റ്റർ, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ആദ്യത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? സെയിം ആണ്. 16-ാം അധ്യായം 26-27 വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? അപ്പോസ്തലനായ പൗലോസ് 16-ാം അധ്യായത്തിന്റെ 26-27 വചനങ്ങളിൽ പറയുന്നത്, പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ടും ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും
നിത്യ ദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ രഹസ്യത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക ജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്ക് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ എന്നാണ് പറയുന്നത്. അപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഏകൈക പർപ്പസ് എന്താണെന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? അവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉദ്ദേശം എന്താണ്? എന്തിനു വേണ്ടിയാണ് ദൈവം യേശുക്രിസ്തു അവരെ അപ്പോസ്തലന്മാരായിട്ട് തിരഞ്ഞെടുത്തത്? ഇല്ലെങ്കിൽ കൃപയുടെ ഉദ്ദേശം എന്താണ്? ദൈവം എന്തിനു വേണ്ടിയാണ് കൃപ അവർക്ക് ധാരാളമായിട്ട് അനുഗ്രഹിച്ചത്? സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്താണ്? സുവിശേഷ വേലയുടെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഈ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ നത്തിങ് ബട്ട് ഒബീഡിയൻസ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ മെസ്സേജസ് കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പള്ളി പോകുന്നത് എന്തിനു വേണ്ടിയാണ്? സോ ഈ ഒറ്റ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ വേണ്ടിയാണ്. എന്താണ്? സോ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു ഫ്രേസ് ആണ്, വിശ്വാസത്തിന്റെ അനുസരണത്തിനായാണ്. സോ ആ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുസരണം വരണം. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനങ്ങളെല്ലാം എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്? വിശ്വാസത്തിന് അനുസരണത്തിനായ ഒബീഡിയൻസ് ടു ദി ഫെയ്ത്ത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഡു യു ലവ് ഗാഡ്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? Then your love must lead to obedience to the word of God. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്നേഹം നമ്മെ അനുസരണത്തിലേക്ക് നയിക്കണം. യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കുന്ന അനുസരണത്തിലേക്ക്. സോ ഡു യു ഹാവ് ജെന്യുവൻ ഫെയ്ത്ത് ഇൻ ഗാഡ്? ഇപ്പൊ നമുക്ക് നിർവ്യാജ്യമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ടോ? Then your faith must lead to obedience. അപ്പൊ ആ വിശ്വാസം എന്നെ അനുസരണത്തിലേക്ക് നയിക്കണം. Obedience to the commandments of God. ഇപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാനും അനുസരിക്കുവാനുള്ള അനുസരണത്തിലേക്ക് എന്നെ നയിക്കണം. അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, എന്തോ പ്രയോജനം? വിശ്വാസമുണ്ട്, എന്തോ പ്രയോജനം? ആ സ്നേഹം കൊണ്ട് ഒരു പ്രയോജനമില്ല, ആ വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനമില്ല. സോ അത് എൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. സോ വീണ്ടും നമ്മൾ ഈ 17-18 വചനങ്ങൾ വായിച്ചാൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്ന മർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. സോ പൂർവകാലങ്ങളിൽ പഴയ നിയമത്തിൽ ഈ മർമ്മം ദൈവം വെളിപ്പെടുത്തിയില്ല. സോ വാട്ട് വാസ് ദ മിസ്റ്ററി ദാറ്റ് ഹാസ് ബീൻ കെപ്റ്റ് സീക്രട്ട് ഫോർ ദ ലോങ് ഏജസ്? എന്താണ് ആ മർമ്മം? വീണ്ടും അവിടെ ഈ വചനങ്ങളിൽ പറയുന്നു നിത്യനായ ദൈവത്തിന്റെ നിയോഗത്തെ കുറിച്ച്. നിത്യനായ ദൈവത്തിന്റെ നിയോഗം എന്താണ്? വാട്ട് വാസ് ദ plan according to the commandment of the eternal God? സോ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ ലോകത്തിൽ എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ദൈവം അവരെ തിരഞ്ഞെടുത്തത്? സോ വാട്ട് ഷുഡ് വി പ്രൊമോട്ട്? ടു മേക്ക് ഡിസൈപ്പിൾസ് ഫോർ ഹിസ് നെയിംസ് സേക്ക്. ഇപ്പൊ ഇതെല്ലാം പറയുന്നത് നത്തിങ് ബട്ട് ഒബീഡിയൻസ് ആണ്.
അപ്പൊ ഇതിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒബീഡിയൻസിൽ കൂടിയാണ് കാണിക്കേണ്ടത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു, then that must be proved through obedience. അപ്പോൾ ഈ ഒബീഡിയൻസ്, ഈ അനുസരണമില്ലാതെ നമ്മൾ എന്തെല്ലാം കാണിച്ചാലും അത് വെയിനാണ്, വേസ്റ്റ് ആണ്, ഒരു പ്രയോജനവുമില്ല, ശൂന്യമാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മള് വേറെ തെറ്റായിട്ട് വേറെ രീതിയിൽ ചിന്തിക്കരുത്. നമ്മൾ റെഗുലർ ആയിട്ട് പള്ളി പോകുന്നത്, റെഗുലർ ആയിട്ട് ബൈബിൾ വായിക്കുന്നത്, റെഗുലർ ആയിട്ട് കുർബാന സ്വീകരിക്കുന്നതാണോ ഇമ്പോർട്ടന്റ്? ഇല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ബൈബിൾ വായിച്ചില്ലെങ്കിലും, ഒരു ദിവസം പള്ളി പോയി കുർബാന കൊണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ കൽപ്പനകളെ പേടിച്ച് അതനുസരിച്ച് ജീവിക്കുന്നതാണ് ഇമ്പോർട്ടന്റ്? ഏതാണ് ഇമ്പോർട്ടന്റ്? കാരണം ഇന്ന് പലരും പള്ളി പോകുന്നുണ്ടോ, കുർബാന കൊള്ളുന്നുണ്ടോ, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അനുസരണക്കേട് കാണിക്കുന്നു. അപ്പൊ അനുസരണക്കേട്, ഇറ്റ് ഈസ് ഇൻസൾട്ടിങ് ഗോഡ്. പിശാചിന്റെ മുൻപിൽ, സാത്താന്റെ മുൻപിൽ ദൈവത്തെ അപമാനിക്കുന്നതാണ് ഞാൻ കാണിക്കുന്ന അനുസരണക്കേട്. അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം അനുസരണക്കേട് കാണിക്കുമ്പോൾ പിശാച് ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വചനത്തിൽ എന്താണ് യേശുക്രിസ്തു പറയുന്നത്? ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എന്റെ ഈ വചനങ്ങൾ, അതായത് യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ സുവിശേഷത്തിലുമുണ്ട്, യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളിലുമുണ്ട്. അപ്പോ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, അനുസരിക്കുന്നവൻ എന്നാണ് പറയുന്നത്. So therefore, everyone who hears these words of mine and puts them into practice is like a wise man who built his house on the rock. അപ്പൊ ഈ ലോകത്തിൽ ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? ഇന്ന് പള്ളികളിൽ ഭയങ്കര മിടുക്കന്മാർ, ബുദ്ധിയുള്ളവരുണ്ട്. അവിടെയും തല കാണിക്കും, ഇവിടെയും തല കാണിക്കും. അപ്പൊ ലോകത്തിലും ഓരോ മാന്യന്മാരാണ്, പള്ളിയിലും മാന്യന്മാരാണ്. ഇവിടെയും പാപമുണ്ട്, അവിടെയും പാപമുണ്ട്, അവിടെയും ദൈവസ്നേഹമുണ്ട്, ഇവിടെയും ദൈവം സ്നേഹം കാണിക്കുന്നവരാണ്. അതൊന്നും നടക്കത്തില്ല. അപ്പൊ അവര് ഈ ലോകത്തിൽ ബുദ്ധിമാന്മാരായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ ബുദ്ധിമാന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ, ആരാണ് ശരിക്കും പാറമേൽ വീട് പണിയുന്നതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു പറയുന്ന ഉത്തരം ഇതേ ഉള്ളൂ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. യേശു ക്രിസ്തുവിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവനാണ് പാറമേൽ വീട് പണിയുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ക്രിസ്ത്യാനിറ്റിയെ നമ്മൾ ശ്രദ്ധിക്കണം. This is where the spirit of Babylon is deceiving religious people. അപ്പൊ ഇവിടെയാണ് ബാബിലോണിയന്റെ ഒരു സ്പിരിറ്റ്, ഒരു ആത്മാവ് ഈ റിലീജിയസ് ക്രിസ്ത്യൻസിനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. This is where the devil is deceiving the majority of Christians. ഇപ്പൊ ഇവിടെയാണ് പള്ളി ബൈബിൾ വായിക്കുക, ആരാധിച്ചോ, പാട്ട് പാടിക്കോ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എന്തെല്ലാം പറയണോ നീ പറഞ്ഞോ, ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ ക്രിസ്തു പറയുന്നത് അനുസരിക്കരുത്. അവിടെയാണ് എല്ലാം.
ഇന്ന് അങ്ങനെയാണ് ഈ സാത്താൻ എല്ലാവരെയും ചതിച്ചുകൊണ്ടിരിക്കുന്നത്. So Christians have religion. That is why there are plenty of religious people. So they have worship services, ആരാധനകളുണ്ട്, വർഷിപ്പ് പ്ലേസസ്, ആരാധന ആലയങ്ങളുണ്ട്, പ്രെയർ മീറ്റിംഗ്സ് ഇഷ്ടം പോലുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ് സർവീസസ് ഉണ്ട്, പ്രീച്ചിങ് ഉണ്ട്, അടിപൊളി പ്രീച്ചിങ്സ് ആണ്, റിവൈവൽ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്, കൺവെൻഷൻസ് നടക്കുന്നുണ്ട്, ഓഫറിങ്സ് ഉണ്ട്, സാക്രിഫൈസസ് ഉണ്ട്. സോ എന്നാൽ ഒബീഡിയൻസ് ഇല്ല. നോ ട്രൂ ലവ് ഓൺ ഗോഡ് ദാറ്റ് ലീഡ്സ് ടു ഒബീഡിയൻസ്. ഇപ്പൊ സത്യമായിട്ടുള്ള സ്നേഹമില്ല. ആ സ്നേഹം അവരെ അനുസരണത്തിലേക്ക് നയിക്കുന്നില്ല. No true faith in God that leads to obedience toward the word of God. അപ്പോൾ ഇത്രയെല്ലാം ചെയ്തിട്ട് യഥാർത്ഥമായിട്ടുള്ള സത്യമായിട്ടുള്ള വിശ്വാസത്തിൽ ആളുകൾ വളരുന്നില്ല. ഇപ്പോൾ അവർക്കുള്ള വിശ്വാസം അവരെ അനുസരണത്തിലേക്ക് നയിക്കുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യം, പറയുന്ന സത്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറയുന്നത്? അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത്, അതായത് യഹോവയുടെ വാക്കുകളെ അനുസരിക്കുന്നത് യാഗത്തെക്കാളും, യഹോവയുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നത് മുറ്റാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നാണ് പറയുന്നത്. സോ ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദൻ സാക്രിഫൈസ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ വർഷിപ്പാണ്, ആരാധനയാണ്. സോ ഇന്ന് പള്ളികളിൽ വരുമ്പോൾ എന്തോ ആരാധനയാണ്, എന്നാൽ ഒബീഡിയൻസ് എവിടെയാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ ആരാധനയെല്ലാം അബോമിനേഷൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസത്തിന് അനുസരണം, വിശ്വാസത്തിന്റെ അനുസരണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒബീഡിയൻസ് ടു ദി ഫെയ്ത്ത് ഈസ് മസ്റ്റ് ആണ്. ഇത് ഓപ്ഷണൽ ആണ്. ചിലർക്കൊക്കെ ഓപ്ഷൻ ആണ്, വേണമെങ്കിൽ അനുസരിക്കാം, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. അതെല്ലാം സോ ഫേക്ക് ക്രിസ്ത്യാനിറ്റിയാണ്. So without obedience you cannot overcome Satan. So അനുസരണമില്ലാതെ ഒന്നാമതായിട്ട് പിശാചിനെ ഇല്ലെങ്കിൽ സാത്താനെ ജയിക്കാൻ പറ്റത്തില്ല. Secondly, without obedience you cannot overcome sin. അപ്പോൾ അനുസരണമില്ലാതെ പാപത്തിന്റെ ശക്തിയെ, പാപത്തെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. Without obedience, you cannot overcome your flesh or the lust of the flesh. ഇപ്പോ അനുസരണമില്ലാതെ നമ്മുടെ ജഡത്തിന്റെ ആ ശക്തിയെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നേരത്തെ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നു. Once you were slave to sin. സോ എന്നാൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ you heard the gospel, accepted the gospel, and you obeyed the gospel message. അപ്പൊ സുവിശേഷം എന്താണെന്ന് നിങ്ങൾ കേട്ടു, സുവിശേഷത്തെ അംഗീകരിച്ചു, എന്നാൽ സുവിശേഷത്തിൽ വിശ്വസിച്ചു, അതിനെ നിങ്ങൾ അനുസരിച്ചു. So because of your love towards God and because of your faith and because of your obedience, എന്താണ് 18-ാം വചനത്തിൽ പറയുന്നത്? അവിടെ വളരെ ക്ലിയർ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ എന്താണ്? സോ നിങ്ങളുടെ സ്നേഹം കൊണ്ട്, നിങ്ങളുടെ വിശ്വാസം കൊണ്ട്, നിങ്ങളുടെ അനുസരണം കൊണ്ട് അപ്പോൾ എന്താണ്? യു ഹാവ് ബിക്കം ഫ്രീ ഫ്രം സിൻ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പാപത്തിൽ നിന്ന് ഒരു ഫ്രീഡം, പാപത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം എപ്പോഴാണ് ലഭിക്കുന്നത്? So through your love towards God, so through your faith
that leads to obedience. അതിൽ കൂടിയാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ സാധിക്കുന്നത്. സോ ഇന്ന് ആരെല്ലാം എന്തെല്ലാം വാക്കുകൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞാലും, എന്തെല്ലാം അവർ ഓഫറിങ്സ് പള്ളിയിൽ കൊണ്ടുവന്നാലും ഒരു പ്രയോജനമില്ല. കാരണം നമുക്ക് ദൈവത്തെ കൈകൂലി കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റുമോ? Can you bribe God? സോ ഒരിക്കലും ദൈവത്തെ കൈകൂലി കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. ഒബീഡിയൻസ് ഇല്ലാതെ നമ്മൾ എന്തെല്ലാം കാണിച്ചാലും ദൈവം ചിരിക്കും, ഇവൻ എന്തോ ഒരു മണ്ടന് എന്ന് വിചാരിക്കത്തു. സോ അതുകൊണ്ട് ഒബീഡിയൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ ഒബീഡിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷ നേടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാപത്തിൽ നിന്നുള്ള രക്ഷ നേടണമെങ്കിൽ we must love God, and that love should lead us into obedience, and we should have faith. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിൽ ഉണ്ടായിരുന്ന വിശ്വാസം, ആ വിശ്വാസം അനുസരണത്തിലേക്ക് നയിക്കണം. സോ അപ്പോഴാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, you have become free from sin, freedom from the slave master called Satan എന്നാണ്. സാത്താൻ എന്നുള്ള പാപത്തിന് അധിപതിയായിരിക്കുന്ന സാത്താന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു കംപ്ലീറ്റ് ഫ്രീഡമിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. They became free and they became slaves of righteousness. വീണ്ടും അവിടെ എന്താണ് പറയുന്നത്? നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ്. അപ്പൊ പാപത്തിന്റെ ദാസന്മാരായിരുന്നവർ നീതിയുടെ ദാസന്മാരായിട്ടാണ് മാറുന്നത്. അപ്പോൾ പാപത്തിന് ദാസന്മാരായിരുന്ന, പാപത്തെ സേവിച്ചുകൊണ്ടിരുന്ന ഇവര് ക്രിസ്തു എന്നുള്ള യജമാനന്റെ ദാസന്മാരായി മാറിയത് എങ്ങനെയാണ്? ത്രൂ ലവ്, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് ആണ്. അതിൽ കൂടിയാണ്, നമ്മുടെ സ്നേഹത്തിലും നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ അനുസരണത്തിൽ കൂടിയാണ്. ഇതുവരെ പാപത്തെയാണ് അവർ സ്നേഹിച്ചത്, പാപത്തിലാണ് അവർ വിശ്വസിച്ചത്, പാപത്തെയാണ് അനുസരിച്ചത്. എന്നാൽ സുവിശേഷത്തിന്റെ ശക്തി അവരിൽ പ്രവേശിച്ചപ്പോ എല്ലാം മാറി. So far you have served the master called sin. എന്നാൽ now through the gospel you are freed from the power of sin. The power of the gospel has set them free. അതാണ്. സോ ഇപ്പോൾ എന്താണ്? ഇപ്പൊ യേശു ക്രിസ്തുവാണ് യഥാർത്ഥമായിട്ടുള്ള യജമാനൻ. പിതാവായ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് അവരുടെ യജമാനൻ. അതുകൊണ്ട് അവർ ഡിസൈഡ് ചെയ്ത് ഇന്ന് മുതൽ ഞങ്ങൾ ഈ ദൈവത്തിന്, ഇല്ലെങ്കിൽ നീതിയുടെ ദാസന്മാരായിട്ട് ജീവിക്കും. അങ്ങനെ ജീവിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ യജമാനൻ മാറണം. The master should be changed. So when sin tells you to do something, you disobey. When God tells you to do something, you obey. എന്നാൽ ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, ഇത് വൈസ് വേഴ്സ ആയിരുന്നു. പാപം എന്താണ് പറയുന്നത് അത് നമ്മൾ അനുസരിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ദൈവം എന്താണ് പറയുന്നത് അത് അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് ജീവിച്ചത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതാണ് നമ്മൾ യഥാർത്ഥമായിട്ട് സുവിശേഷം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ശക്തിയാണ് അത്. ഇപ്പൊ സുവിശേഷം നമുക്കൊരു ശക്തിയെ നൽകും. ആ ശക്തി കൊണ്ടാണ് നമ്മൾ പഴയ യജമാനൻ എന്തെങ്കിലും പറയുമ്പോൾ നോ പറയുന്നു. സോ പുതിയ യജമാനനായിരിക്കുന്ന ദൈവമില്ലെങ്കിൽ യേശു ക്രിസ്തു എന്തെങ്കിലും പറയുമ്പോൾ അനുസരണം കാണിക്കും. സോ അതിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത് സുവിശേഷത്തിൽ കൂടിയാണ്. സോ ഗോഡ് ടെൽസ് യു ടു ബി പ്യൂർ. ദൈവം വിശുദ്ധന്മാരായിട്ട്, വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വി ഒബേ ഹിം.
God tells you to be humble. So നമ്മൾ താഴ്മയുള്ളവരായിട്ട് അഹങ്കാരികളാകാതെ ഈ ലോകത്തിൽ ജീവിക്കണം എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ അതനുസരിക്കും. God tells you to be good. So കാരണം എന്താണ്? സുവിശേഷത്തിൽ കൂടി നമുക്ക് ഒരു ശക്തി ലഭിക്കുന്നത് കൊണ്ട് ദൈവം പറയുന്നത് നമുക്ക് അനുസരിക്കുവാൻ സാധിക്കും. സോ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ അനുസരണം രക്ഷയെ അനുഭവിക്കുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ 19-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ 19-ാമത്തെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 19-ാമത്തെ വചനത്തിൽ നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ എന്നാണ് പറയുന്നത്. I am using an example from everyday life because of your human limitations. Just as you used to offer yourselves as slaves to impurity and to ever-increasing wickedness, so now offer yourselves as slaves to righteousness, leading to holiness എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പോരാട്ടം എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ്, നമ്മുടെ ശോധനകളെ മനസ്സിലാക്കിയിട്ടാണ്, നമ്മുടെ കപ്പാസിറ്റിയെ മനസ്സിലാക്കിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ, ശരീരത്തിന്റെ അവയവങ്ങളെ ഒരു കാലത്ത് മുൻപ് പാപത്തിന് ദാസന്മാരായി ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തത്? അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ ആ ശരീരത്തിന്റെ അവയവങ്ങളെ തന്നെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി ദാസന്മാരാക്കി നിങ്ങൾ സമർപ്പിച്ച് ജീവിക്കണം എന്നാണ്. So in previous verses we have seen illustrations of death and resurrection. So നമ്മൾ ഈ 6-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും നമ്മൾ ധ്യാനിച്ചതാണ്. യേശു ക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ചപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു എന്നും യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് പിതാവിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റും എന്നുള്ള ഒരു കാര്യം, ഒരു സത്യം നമ്മൾ പഠിച്ചതാണ്. So dying to sin and living for God with the resurrected power of Jesus Christ is important. അപ്പം നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കുന്നത് മാത്രമല്ല, കല്ലറയിൽ കടക്കുന്നത് മാത്രമല്ല, നമ്മൾ ഉയർത്തെഴുന്നേറ്റ്. സോ ഏത് രീതിയിൽ പിതാവിന്റെ ശക്തിയാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ ആ ശക്തിയാൽ തന്നെ നമ്മൾ, പാപത്തിന് വേണ്ടി മരിച്ച നമ്മൾ പുതുക്കത്തോടെ ദൈവത്തിന്റെ ശക്തിയാൽ പുതിയതായ ഒരു ജീവിതം നയിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. So here now we are looking at the example of being a slave to one master called sin. വീണ്ടും നമ്മൾ എന്താണ് ഈ 6-ാം അധ്യായത്തിൽ കാണുന്നത്? യജമാനന്മാരെ കുറിച്ചാണ്. ഇവിടെ ഒരു യജമാനനുണ്ട്, ആ യജമാനന്റെ പേരാണ് പാപം എന്ന് പറയുന്നത്. സോ മറ്റൊരു യജമാനനുണ്ട്, ആ യജമാനൻ പിതാവായ ദൈവമാണ്. സോ നമ്മൾ എല്ലാവരും പണ്ട് മുതലേ അറിഞ്ഞോ അറിയാതെയോ
ഈ പഴയ യജമാനൻ, പാപം എന്നുള്ള യജമാനന്റെ അടിമകളായിട്ട്, ദാസന്മാരായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സുവിശേഷത്താൽ നമ്മൾ ദൈവം എന്നുള്ള യജമാനനെ ശുശ്രൂഷിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി, അടിമകളായി ജീവിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ in your olden days you tried to keep God's love but you couldn't because you were always a slave to sin. നമ്മൾ പാപത്തിന് ദാസന്മാരായി ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ, എങ്ങനെ ആയാലും മറ്റേ യജമാനൻ, അതായത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സാധിച്ചില്ല. ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കണം എന്ന്. എന്നാൽ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. കാരണം നമ്മൾ പാപത്തിന് ദാസന്മാരായി ജീവിച്ചതുകൊണ്ട്. ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ we have seen many markets. For example, നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റ് അറിയാം, ഫിഷ് മാർക്കറ്റ് അറിയാം, ചില ഷാപ്പുകൾ, ചില സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ അറിയാം, ഫർണിച്ചർ കടയൊക്കെ അറിയാം. നമ്മള് വർഗീസം ഈ ഫർണിച്ചർ വിൽക്കുന്ന കടയിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ഒരു കസാര മേടിച്ചു. ആ കസാര വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ കസാരയുടെ കളർ ചേഞ്ച് ചെയ്ത്, ബ്ലാക്കോ വൈറ്റോ ഗ്രീനോ യെല്ലോ റെഡോ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ അതിനെ അടിച്ചു അവിടെ ഇട്ടു. ഈ ചെയർ നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ആയിട്ട് മാറി. അത് നമ്മുടെ സ്വത്താണ്. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യും, എനിക്ക് എങ്ങനെ മനസ്സുണ്ടോ അതുപോലെ ഞാൻ അതിനെ ഉപയോഗിക്കും. ചില സമയത്ത് വെയിലത്തിടും, ചില സമയത്ത് മഴയത്തിടും, ചില സമയത്ത് വീടിന്റെ അകത്തിടും, ചില സമയത്ത് അതിനെ എക്സ്പോസ് ചെയ്യും, ചില സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം അത് നമ്മുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആ ഓണറിനെ എങ്ങനെ വേണോ അങ്ങനെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ആ ഓണർ അതിനെ ഉപയോഗിക്കും. അതിന് വേണമെങ്കിൽ എടുത്ത് എറിയും, ഇല്ലെങ്കിൽ ഒടിച്ചു കളയാനും യജമാനനെ, ആ പ്രോപ്പർട്ടി ഓണറിനെ അധികാരമാണ്. അതുപോലെ തന്നെ ഞാനും നിങ്ങളും ഒരു കാലത്ത് ഈ സ്ലേവ്സ്, അടിമകളെ വിൽക്കുന്ന മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വസ്തുക്കളാണ്, വ്യക്തികളാണ്. അപ്പൊ നമ്മുടെ സ്ലേവ് മാർക്കറ്റിൽ ഇങ്ങനെ ഈ പിശാച് നമ്മളിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെയുള്ള സ്ലേവ് മാർക്കറ്റിൽ യേശു ക്രിസ്തു വരുന്നു, നമ്മളെ കാണുന്ന. നമുക്ക് അവൻ നൽകേണ്ട ഒരു പ്രൈസ് അവൻ നൽകിയിട്ടാണ് നമ്മളെ ആ സ്ലേവ് മാർക്കറ്റിൽ നിന്ന് അവന് വാങ്ങിച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ എക്സാമ്പിൾസിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, that is how Jesus Christ has purchased you and me by paying the price on the cross. അപ്പൊ യേശു ക്രിസ്തു അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടി നൽകേണ്ട ഒരു പ്രൈസ് നൽകിയിട്ടാണ് ക്രൂശിൽ എന്നെ പർച്ചേസ് ചെയ്തത് എന്നാണ്. We are redeemed by the blood of Jesus Christ. മനസ്സിലാക്കിയത്, redemption means we are purchased എന്നാണ് അതിന്റെ അർത്ഥം. മോചിക്കപ്പെട്ടിട്ടുള്ള, ആ മോചനം ലഭിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? We are purchased, we are bought by the person called Jesus Christ എന്നാണ്. അതുകൊണ്ടാണ് നമ്മള് ഈ 1 പത്രോസിന്റെ 1-ാം അധ്യായം 18-19 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നും വെള്ളി മുതലായ
അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്നാണ് പറയുന്നത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വീണ്ടെടുത്തത്. സോ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ, for you know that it was not with perishable things such as silver or gold that you were redeemed from the empty way of life handed down to you from your ancestors, but with the precious blood of Christ, a lamb without blemish or defect എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മള് പർച്ചേസ് ചെയ്തത്, വാങ്ങിയത് പൊന്നോ വെള്ളി കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. സോ എപ്പോഴും ഓർക്കണം, വി ആർ പർച്ചേസ്ഡ്. സാൽവേഷൻ, രക്ഷ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലും എന്നാൽ അതിനു വേണ്ടി തക്കതായിട്ടുള്ള വില ഒരാള് നൽകിയിട്ടുണ്ട്. അതിനെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്ത വിലയാണ് യേശു ക്രിസ്തു ഇല്ലെങ്കിൽ പിതാവായ ദൈവം അതിനു വേണ്ടി നൽകിയിരിക്കുന്നത്. സോ ഹി ഹാസ് പർച്ചേസ്ഡ് ഇറ്റ് ആൻഡ് ഹി ഹാസ് ഗിവൻ ടു അസ് ഫ്രീലി. സോ അതിന്റെ കോസ്റ്റ് എത്ര ആണെന്ന് പിതാവായ ദൈവത്തിനല്ലാതെ നമുക്ക് ആർക്കും ഊഹിക്കാൻ പോലും പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് has redeemed us from our old master called sin by paying the price. നമ്മുടെ പഴയ യജമാനനായിരിക്കുന്ന പാപം എന്നുള്ള യജമാനന്റെ കയ്യിൽ നിന്ന് യേശു ക്രിസ്തു തന്റെ ജീവൻ നൽകി രക്തം കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, നമ്മളെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, നമ്മളെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് ഐ നോ നീഡ് ടു ഗോ ടു മൈ ഓൾഡ് മാസ്റ്റർ അഗെയിൻ ആൻഡ് ലിസൺ ടു ഹിം. ഇപ്പൊ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്യേണ്ടിയതെല്ലാം ചെയ്തു, കൊടുക്കേണ്ടിയ പൈസ കൊടുത്തു, എന്നെ വിടുവിച്ചു, എന്നെ വിമോചിച്ചു. വിമോചനം നേടിയതിനു ശേഷം വീണ്ടും ഞാൻ എന്റെ പഴയ യജമാനന്റെ അടുക്കലേക്ക് പോകാനും അവൻ പറയുന്നതെല്ലാം കേട്ട് അവനെ അനുസരിച്ച് ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ ഐ നോ നീഡ് ടു സെർവ് മൈ ഓൾഡ് മാസ്റ്റർ. എന്റെ പഴയ യജമാനനെ ഞാൻ ശുശ്രൂഷിക്കേണ്ട ആവശ്യമില്ല. ഐ നോ നീഡ് ടു ലിസൺ ടു മൈ ബാഡ് മാസ്റ്റർ. ഓൾഡ് മാസ്റ്റർ വാസ് വെരി ബാഡ്. അപ്പൊ മോശമായിട്ടുള്ള ഈ യജമാനന്റെ വാക്കുകളെ ഞാൻ ഇനി കേൾക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സോ ബിക്കോസ് ഐ വാസ് ബോട്ട് ബൈ ദ ന്യൂ മാസ്റ്റർ, പുതിയ യജമാനൻ വില കൊടുത്താണ് എന്നെ വാങ്ങിച്ചിരിക്കുന്നത്. സോ ദിസ് ന്യൂ മാസ്റ്റർ ഈസ് വെരി ഗുഡ് ആൻഡ് കൈൻഡ് ആൻഡ് മെർസിഫുൾ, ലവിംഗ് മാസ്റ്റർ. ദ ന്യൂ മാസ്റ്റർ ഡസന്റ് ഫോഴ്സ് ദ സ്ലേവ് ടു സെർവ് ഹിം. ഇപ്പൊ ഈ പുതിയ യജമാനന്റെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, അവൻ വീണ്ടെടുത്ത ദാസനോട് ഒരിക്കലും തന്നെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സോ കംപ്ലീറ്റ് ഫ്രീഡം ആണ് കൊടുത്തേക്കുന്നത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ശുശ്രൂഷിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട്. ദ ന്യൂ മാസ്റ്റർ ഗിവ്സ് കംപ്ലീറ്റ് ഫ്രീഡം ആൻഡ് ഹി ലവ്സ് ഹിം അബൻഡന്റ്ലി. ഇപ്പൊ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് മാത്രമല്ല, അധികമായി അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സത്യം മനസ്സിലാക്കാതെയാണ് പല ക്രിസ്ത്യാനികളും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു, എന്നാൽ പോയി 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 പഴയ യജമാനനെയാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്, പഴയ യജമാനെയാണ് അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്, പഴയ യജമാനന്റെ കൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് വളരെ മോശമായിട്ട് ഒരു അനുഭവമാണ്. As you obeyed your old master for so many years, you followed the promptings of the old master in the same manner. Now you obey your new master. Offer your members as a slave of righteousness. അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? നിങ്ങൾ പണ്ട് എങ്ങനെ ഈ പഴയ യജമാനനെ അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ പഴയ യജമാനന്റെ കയ്യിൽ സമർപ്പിച്ചോ,
അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ഈ പുതിയ യജമാനനെ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സമർപ്പിച്ച് അവനെ ശുശ്രൂഷിപ്പീൻ എന്നാണ് പറയുന്നത്. Offer the members of your bodies for holiness and obedience. Then satisfaction comes in your life എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പഴയ യജമാനനെ നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അവനെ അനുസരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അവന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എപ്പോഴായാലും നമ്മൾ വന്നിട്ട് പുതിയ യജമാനനെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ? ഈ പഴയ യജമാനനെ സേവിക്കുന്ന ആ സമയത്ത് തന്നെ പുതിയ യജമാനന്റെ വാക്കുകളെ നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ പഴയ യജമാനനെ സേവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെ പുതിയ യജമാനനെ അനുസരിക്കാതെ ജീവിച്ചോ, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ യജമാനനെ സേവിക്കുന്ന നിങ്ങൾ പഴയ യജമാനൻ പറയുന്നത് അനുസരിക്കാതെ ജീവിക്കണം എന്നാണ്. എന്നാൽ ഇന്ന് അനേക ക്രിസ്ത്യാനികൾ ഈ പുതിയ യജമാനനെ സേവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഴയ യജമാനൻ വിളിക്കുമ്പോൾ ഓടിപ്പോകും. പഴയ യജമാനൻ പറയുന്നത് അവർ ചെയ്യും. കുറച്ച് സമയത്തേക്ക് പഴയ യജമാനന്റെ കൂടെ എൻജോയ് ചെയ്യും. വീണ്ടും ഓടി വരും പുതിയ യജമാനന്റെ അടുത്ത് ജീവിക്കാനും സേവിക്കാനും. അപ്പൊ അവിടെയാണ് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ക്രിസ്ത്യാനികളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് തന്നെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. സോ ചിലരൊക്കെ വിചാരിക്കും ഈ പഴയ യജമാനനെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പാപത്തെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരൊക്കെ വിചാരിക്കും ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നല്ല നല്ല പ്രവർത്തികൾ, നീതി പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ഈ നീതി പ്രവർത്തികള്, ഈ നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രമെന്നാണ് അവരുടെ വിചാരം. അല്ല, ഈ പാപത്തെ സ്നേഹിക്കുന്നവർ, പാപത്തെ സേവിക്കുന്നവർ, പാപം എന്നുള്ള യജമാനനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നവർ, പാപത്തിന്റെ ദാസന്മാരായിരിക്കുന്നവർ എത്രയോ നല്ല നല്ല പ്രവൃത്തികളും നീതിയുള്ള പ്രവൃത്തികളും അവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്റെ നല്ല പ്രവർത്തികൾ, എന്റെ നീതിയുള്ള പ്രവർത്തികൾ പുതിയ യജമാനൻ കണ്ടിട്ട് അതിനെ സ്വീകരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നീതി പ്രവർത്തികൾ, ഈ നല്ല പ്രവർത്തികൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപം നിറഞ്ഞ കൈ കൊണ്ടാണ്, പാപം നിറഞ്ഞ ഹൃദയം കൊണ്ടാണ്, പാപത്തിന് സമർപ്പിച്ച അവയവങ്ങൾ കൊണ്ടാണ്, വിശുദ്ധിയില്ലാത്ത അവയവങ്ങൾ കൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവം ഒരിക്കലും അംഗീകരിക്കത്തുമില്ല, നോക്കത്തുമില്ല. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇന്ന് അനേകർ പാപം എന്നുള്ള യജമാനന്റെ ദാസന്മാരായി ജീവിക്കുന്ന എത്രയോ പേർ നല്ലത് ചെയ്യുന്നുണ്ടോ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നീതിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അവർ വിചാരിക്കുന്നുണ്ടോ ദൈവം ഞങ്ങളെയും അക്സെപ്റ്റ് ചെയ്യും? ഇല്ല. അവരുടെ കൈകളിൽ വഞ്ചനയും പാപവും അശുദ്ധിയും, അവരുടെ ഹൃദയത്തിൽ അശുദ്ധി ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നല്ല ഒരു എന്തെങ്കിലും സ്വീറ്റ്, വളരെ മനോഹരമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് അവിടെ ഉണ്ട്. എന്നാൽ നമ്മൾ അത് കൈ കൊണ്ട് എടുക്കും. നമ്മുടെ കൈ ആൾറെഡി ഒരുപാട് ജേംസ് കൊണ്ട്, ബാക്ടീരിയസ് കൊണ്ട്, അഴുക്ക് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വീറ്റ് നല്ലതാണ്, എന്നാൽ കൈ അഴുക്കാണ്. ഞാൻ അത് തൊടുന്നത് കൊണ്ട്, അത് ഭക്ഷിച്ചാൽ, ഞാൻ അത് കഴിച്ചാൽ അതുകൊണ്ട് എനിക്ക് രോഗം വരാതിരിക്കുമോ? കാരണം ഏതാണ് ഇമ്പോർട്ടന്റ്? അപ്പൊ എന്റെ കൈയും ആ നല്ല സ്വീറ്റിനെ കഴിക്കാൻ എന്റെ കൈയും ശുദ്ധമായിരിക്കണം. സോ അല്ലാതെ കൈ അശുദ്ധിയാണ്, സ്വീറ്റ് നല്ലതാണ്, അതുകൊണ്ട് സ്വീറ്റ് നല്ലതായതുകൊണ്ട് അശുദ്ധിയുള്ള കൈ കൊണ്ട് ഞാൻ അതിനെ കഴിച്ചാൽ
അപ്പൊ അതിന്റെ ഒരു ബാക്ടീരിയാസ് ഇല്ലെങ്കിൽ വൈറസിന്റെ ദേഹത്ത് കയറി ഭയങ്കരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കാതിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. സോ അതുകൊണ്ട് നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല. സോ നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് പാരമ്പര്യം കൊണ്ടല്ല, ട്രഡീഷൻ കൊണ്ടല്ല, നമ്മുടെ പ്രാക്ടീസസ് കൊണ്ടല്ല. നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എങ്ങനെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ പാത്രങ്ങളായിട്ട് നിങ്ങൾ ഒരു കാലത്ത് സമർപ്പിച്ചോ, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നീതിയുടെ പാത്രങ്ങളായി ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി സമർപ്പിപ്പീൻ എന്നാണ് പറയുന്നത്. അതെപ്പോഴാണ് സമർപ്പിക്കേണ്ടത്? സോ ഒരിക്കലും 17-18 മറന്നു പോകരുത്. ഒന്നാമതായിട്ട് അങ്ങനെ സമർപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ആ സ്നേഹം അനുസരണത്തിലേക്ക് നയിക്കണം. ദൈവത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസം എന്നെ അനുസരണത്തിലേക്ക് നയിക്കണം. അനുസരണം ഇല്ലാതെ നമുക്ക് പാപത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കത്തില്ല. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാതെ നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാനും പറ്റത്തില്ല. നമ്മൾ നല്ല പ്രവർത്തികളല്ല കറപിരണ്ട തുണികളായിട്ടാണ് ദൈവത്തിന്റെ മുൻപിൽ കാണപ്പെടുന്നത്. ദേ ആർ ലൈക്ക് ഫിൽതി റാഗ്സ് ആണ്. സോ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പൊ നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ, ദൈവമേ, യഥാർത്ഥമായിട്ടുള്ള ഈ ഒരു രക്ഷയെ ഞങ്ങളും അനുഭവിക്കുവാൻ നീ സഹായിക്കണമേ, ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനെ ദൈവം സഹായിക്കട്ടെ. സോ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.